മരക്കാരനൊന്ന് കൊണ്ടുവരുമോ? അങ്ങനെ ഫൈനലി നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് എത്തിയിരിക്കുകയാണ് അനാർക്കലി മരക്കാർ. അനാർക്കലി ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം അല്ല, ഓൾറെഡി നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട് അല്ലേ? ആനന്ദം സിനിമയുടെ സെക്കൻഡ് ടൈം ആണ് വരുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അന്ന് കൈ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആനന്ദത്തിന്റെ സമയത്താണോ? മിഥുൻ ചേട്ടന്റെ കയ്യിലാണ് കിട്ടിയത്. അപ്പൊ പിന്നെ വിശേഷങ്ങളൊന്നും ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടാവില്ല. മിഥുൻ ചേട്ടൻ തന്നെ ഫുള്ള് സംസാരിച്ചിട്ടുണ്ട്. മാത്രല്ല അന്ന് ഇവര് വരുമ്പോ ഇവരൊരു വലിയ ടീമാണല്ലോ അല്ലേ? എത്രയാ, 3 പെൺപിള്ളേരും 3 ആൺപിള്ളേരും ഒക്കെ അല്ലേ? 4 ആൺപിള്ളേരും. അടിപൊളി അടിപൊളി അടിപൊളി. അതിൽ പല ആൾക്കാരും ഇപ്പം എല്ലാവരും പറയുന്നത് പോലെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളായി മാറി കഴിഞ്ഞിരിക്കുന്നു അല്ലേ? റോഷന്, മറ്റേ അരുൺ കുര്യൻ, വിശാഖ് ഹിന്ദി പടത്തിലൊക്കെ അഭിനയിച്ചു. സഞ്ജയ് ഗാന്ധി ആണല്ലേ? കങ്കന റണാത്തിന ഇന്ദിരാഗാന്ധിയുടെ ഇനി കേരളത്തിലേക്കൊക്കെ തിരിച്ചു വരുമെന്ന് സംശയമാണല്ലേ? അതെ, പുള്ളി മറ്റേ വണ്ടർ വിമനിൽ ജസ്റ്റ് ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു. ശരി, അതിനകത്ത് ഏത് ക്യാരക്ടർ? ഡോക്ടറായിട്ട് ലാസ്റ്റ് ക്ലൈമാക്സ്. അത് കണ്ടിട്ടില്ല. ആ സിനിമ കാണുവാണെങ്കിൽ അതിന്റെ ഏറ്റവും അവസാനം വിശാഖ് വരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാണാറില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ എന്തായാലും അനാർക്കലി അതാണ് വ്യത്യാസം. അനാർക്കലിക്ക് നമ്മളെ നമുക്ക് അനാർക്കലിയുടെ കൂട്ടുകാരുടെ കാര്യങ്ങൾ വരെ അറിയാവുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ജോണോട് ചോദിക്കുകയാണ്, അനാർക്കലി ഏറ്റവും ഒടുവിലിട്ട പോസ്റ്റ് ചെയ്താണ് ഇൻസ്റ്റാഗ്രാമില്? അയ്യോ, അത് ഞാൻ പെട്ടു. അല്ല, ഞാൻ സത്യം പറയട്ടെ, ഞാൻ അനാർക്കലി ഇതുവരെ ഫോളോ ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇന്ന് ഫോളോ ചെയ്ത് തുടങ്ങും. അല്ല, അർഫാസ് നമ്മൾ വിചാരിക്കുന്ന പോലെ അനാർക്കലി ആ തൊപ്പിയിൽ എഴുതിയേക്കുന്ന പോലെ റോക്കിന്റെ മനസ്സാണ്. സോ അനാർക്കലി ഈസ് ഹിയർ ഇൻ ദ സ്റ്റുഡിയോ. യൂഷ്വലി ഒരു ആക്ടർ വരുമ്പോഴത്തേക്കും ഒരു സിനിമയുടെ പ്രൊമോഷൻ ഒക്കെ ആയിട്ടായിരിക്കും. പക്ഷെ അനാർക്കലി അങ്ങനെയൊന്നുമല്ല. ഈ തണുപ്പത്ത് ദുബായ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഒരാൾ പറഞ്ഞത് എനിക്ക് ദുബായിലെ സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ കണ്ട് മതിയായിരുന്നു. സാധാരണ നമ്മൾ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ഒരു സ്ഥലത്ത് കയറുമ്പോൾ വലിയ മടുപ്പം തോന്നില്ല. ഇതെനിക്കൊന്ന് ഫ്രീ ആയിട്ട് കറങ്ങി കാണുന്നോണ്ടാണ് തോന്നുന്നത്. എല്ലാം കണ്ടുകൊണ്ട് മടുത്തുന്നത്. അതുകൊണ്ടായിരിക്കും വലിയ അധ്വാനമില്ലാതെ കാണാൻ പറ്റി എന്നുള്ളതാണ്. പക്ഷെ പറയൂ അനാർക്കലി, ഇപ്പം ദുബായിലോട്ട് വന്നത് എന്തോ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ ഇത്രയും ദിവസം നിന്നിട്ട് ദുബായിൽ എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഫസ്റ്റ് ടൈമാണ് ഇത്രയും മഴ അല്ലേ ദുബായില് വന്നിട്ട്? ഞാൻ ദുബായിൽ മഴ ഉണ്ടെന്ന് തന്നെ അറിയുന്നത് ഇവിടെ വന്നപ്പോഴാണ്. അത് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല ഇവിടെ മഴ പെയ്യുന്ന ഒരു സംഭവത്തെ പറ്റി. കറക്റ്റ് ഞാൻ മരുഭൂമിയിൽ മഴ പെയ്യുന്നു കേട്ടിട്ടില്ല. കറക്റ്റ് വലിയ ആയതൊരു ഡെസേർട്ട് സഫാരിക്ക് പോയപ്പോ അവിടെയും മഴ. പക്ഷെ അത് എന്ത് രസമായിരിക്കും അപ്പൊ ഡെസേർട്ട് സഫാരിക്ക് മഴ. പക്ഷെ ഇത് വെറ്റാവുമ്പോഴേ അത്ര ഇത് ചെയ്യാൻ പറ്റില്ല. ഈ മണ്ണൊന്നും പറക്കൂല. പിന്നെ അവർക്ക് അങ്ങനെ ഓടിക്കാൻ പറ്റൂല. ബമ്പർക്ക് ഭയങ്കര പ്രശ്നം. അപ്പം അതുകൊണ്ട് മറ്റേ ആ എക്സൈറ്റ്മെന്റ് മണല് പറന്നില്ല. മാത്രല്ല ആ കുട്ടിക്ക് ബെലി ഡാൻസ് കളിക്കുമ്പോഴത്തേക്കും മറ്റേ മഴയൊക്കെ വരുമ്പോഴത്തേക്ക് അത് പറ്റില്ലായിരിക്കും. ഇത് ഞാൻ നേരത്തെ അങ്ങോട്ട് പോരാ. വേറൊരു ഡാൻസ് ഉണ്ട് ഇവിടെ, മറ്റേ തനൂറ ഡാൻസ്, മറ്റേ ലൈറ്റും. അത് മഴയാത് കാരണം ചിലപ്പോ ഇല്ലാത്തതായിരിക്കും. ലൈറ്റ് ഉണ്ടായിരുന്നില്ല മഴ കൊണ്ട്. അപ്പൊ ഞാനൊരു നിന്നെ ചോദിക്കുന്നു, ഈ എല്ലാം പോരാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ജസ്റ്റ് പാസ് കിട്ടിയ സാധനങ്ങൾ എന്തൊക്കെയാ? പിന്നെ അപ്പൊ എന്താ ഇഷ്ടപ്പെട്ടെ? വ്യൂ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഇഷ്ടപ്പെട്ടു. ഫുഡ് ഇഷ്ടപ്പെട്ടില്ലേ? ഫുഡ് പിന്നെ ഇവിടെ വന്നപ്പോ തന്നെ ഞാൻ കപ്പയും ബീഫോ കഴിച്ച് ഞാൻ വിശക്കുന്നു. ഞാൻ ദുബായ് വന്നിട്ടും കേരള ഫുഡ് കഴിക്കുന്ന അവസ്ഥ. അതാണ് പക്ഷേ കേരളത്തിൽ കിട്ടുന്നതിനെക്കാട്ടി നല്ല കേരള ഫുഡ് ആക്ച്വലി ഇവിടെ. കേരള ഫുഡ് വെതറും കേരള തന്നെ വലിയ മാറ്റമൊന്നും ഈ നാട്ടിലൊന്നും മഴയില്ലാത്ത പോലെ ഇവിടെ വന്നിട്ട് മഴ കാണുന്നുണ്ടാവും. ഓൾസോ ടെൽ നൗ അനാർക്കലി ഇവിടെ ഇപ്പൊ നമ്മുടെ സ്റ്റുഡിയോയിലെത്തി. നമുക്ക് ചോദിക്കാം അനാർക്കലിയുടെ സിനിമ വിശേഷങ്ങൾ. കാരണം അനാർക്കലി ഒരുപാട് ഇഷ്ടമുള്ളവരുണ്ട്. നമ്മൾ ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ എന്നോട് തോന്നുന്നു ഞാൻ ഇത്ര സിനിമ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷെ എനിക്ക് അനാർക്കലിയെ കുറേ സിനിമകളിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ്. മാത്രമല്ല കുറേ ആക്ട് ചെയ്തിട്ടുണ്ട്. ഇനി പുറത്ത് റിലീസ് ആകാനിരിക്കുന്ന സിനിമകളുണ്ട്. സോ ചില സിനിമാ വിശേഷങ്ങൾ പറയൂ. ആക്ച്വലി ഒരു 3 പടങ്ങൾ റിലീസ് ആവാനുണ്ട്. അതുപോലെ ഗഗനചാരി എന്ന് പറഞ്ഞ പടം, അതിലൊരു ഏലിയൻ ആയിട്ടാണ് അഭിനയിക്കുന്നത്. അതിനാണ് അനാർക്കലി ഇടയ്ക്ക് മറ്റേ നീല കളർ മുടിയൊക്കെ ആയിട്ട് നടന്നത് അല്ലേ? ഫുൾ നീലായിരുന്നു. അപ്പൊ അനാർക്കലിയുടെ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ അതിനകത്ത് ഏലിയൻ ആയിട്ട് അങ്ങനെ ഒരു കഥ. ഒരു 2035 ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട്. ജെയിംസ് കാമറൂൺ പോലും അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. ലാസ്റ്റ് ഇവിടെ 2032 ഇത് 35 അങ്ങനെ ഒരു കഥ. പിന്നെ ഇറങ്ങാനുള്ളത് മിഥുൻ മാനുവൽ ചെയ്ത, വിജയ് ബാബു പ്രൊഡ്യൂസ് ചെയ്ത അർദ്ധരാത്രിയിലെ കൂടാന്ന് പറഞ്ഞൊരു പടം. നിങ്ങളുടെ തന്നെ കഥയാണോ?
അർദ്ധരാത്രിയിലേക്കൂടാ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തത് സുലേഖ മൻസിൽ എന്ന് പറഞ്ഞിട്ട് അഷ്റഫ് ഹംസ സംവിധാനം ചെയ്ത് പഞ്ചായട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത് ഒരു പടം. ഓക്കെ. അപ്പൊ അതിൽ ലുക്മാനാണ് നായകൻ, അത് നായികയായിട്ടാണ് നായികയായിട്ടാണ് അഭിനയിക്കുന്നത്. ലുക്കുവിന്റെ നായികയായിട്ട് വരികയാണല്ലേ? പേര് സുലേഖ മൻസിൽ. സുലേഖ മൻസിൽ. അപ്പൊ ഓബിയസ്ലി എല്ലാവരും ചോദിക്കുക സുലേഖയാണോ എന്ന്. അതിനകത്ത് സുലേഖ അല്ല. സുലേഖ മൻസിൽ ഒരു വീടിന്റെ പേരാണോ? ആ സുലേഖ എന്റെ ഉമ്മുമ്മയുടെ പേരാ. അപ്പൊ ആ വീടിനെ ചുറ്റിപ്പറ്റിയാണ് അല്ല, ഒരു കല്യാണം ആണ്, കല്യാണത്തിന് തലേന്ന് അങ്ങനത്തെ ഒരു കഥ. എനിക്ക് തോന്നുന്നു ഇതിന്റെ കഥ ഞാൻ എവിടെയോ കേട്ടതായിട്ട് എനിക്കൊരു ചെറിയ സംശയം. ഒരു യാത്രയൊക്കെ ഉള്ളതാണ്, ബസ് യാത്ര. അന്ന് കഥ മാറ്റിയവര് അങ്ങനെ എന്തായാലും. അപ്പൊ അനാർക്കലി എന്താ ലൈഫിൽ ചെയ്യുന്നത്? ഇൻഫാക്ട് സിനിമയിലൊക്കെ അഭിനയിക്കുന്നു, അതിൽ വളരെ സജീവമാണ്. അതല്ലാതെ വോട്ട് യു ഡു? ലൈക്ക് പഠിക്കുവാണോ? ഇല്ല, ഇപ്പൊ പഠിക്കുന്നില്ല. ഇപ്പം ഇൻസ്റ്റഗ്രാം. എന്താണിത്? ഇൻസ്റ്റഗ്രാമിൽ കൂടെ മുന്നിലോട്ട് പോകുന്നു. ഇൻസ്റ്റാഗ്രാമിലെ ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അനാർക്കലി നല്ലൊരു പാട്ടുകാരിയാണ്. അനാർക്കലിയുടെ ചില പാട്ട്, ഏതോ ഒരു പാട്ട് എനിക്ക് അനാർക്കലി പാടിയപ്പോഴാണ് ഞാൻ ആ പാട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് തന്നെ. അങ്ങനെ ഭയങ്കര രസമുള്ള ഒരു ശബ്ദവും റെൻഡിഷനും ഒക്കെയാണ് അനാർക്കലി. ഏത് പാട്ടാന്ന് എനിക്ക് ഓർമ്മയില്ല. അതാണ് ഞാൻ ആദ്യം അനാർക്കലി പാടുന്നു ഞാൻ അറിയുന്നത് ആ പാട്ട് കേട്ടിട്ടാണ്. എന്റെ ഇത് ഏത് പാട്ടെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ആ പാട്ടിനോട് എനിക്ക് ഇഷ്ടം തോന്നി തുടങ്ങിയത്. അപ്പം ഓഫ് ലേറ്റ് പാടിയിരിക്കുന്ന കുറെ അൺപ്ലഗ് സോങ്സ് ഉണ്ടല്ലോ. അനാർക്കലി അങ്ങനെ ഒരു പാട്ട് പാടും നമുക്ക് വേണ്ടി? സാധാരണഗതിയിൽ എല്ലാരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ട ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതങ്ങനെയുള്ള ഒന്നുമില്ല. അത് എന്താണ്, വെള്ളിയാണെങ്കിലും അത് നമ്മുടെയാണ്. ഓക്കെ. അനാർക്കലിയുടെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ഓക്കെ. ഓക്കെ. பிழை நீ மழலை எனக்குள் நீ இருந்தால் அது தவறே இல்லை. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തിയല്ല, പാടി തുടങ്ങി ശബ്ദവും ഇതെല്ലാം മാറി. ഒരു സർഗം മൊമെന്റ് ഇട്ട് അല്ല, പാടുമ്പോഴുള്ള ആ ശബ്ദവും അനാർക്കലിയുടെ ഒരു സ്വഭാവമായിട്ട് തീരെ മാച്ച് ഇല്ലാത്ത പോലെ. കുട്ടി പാടി കഴിയുമ്പോ എല്ലാരും പറയും കുറച്ചത്തേക്ക് മിണ്ടരുത്. ഞാൻ ആക്ച്വലി നേരിട്ട് പരിചയപ്പെട്ടിട്ടുള്ള ഈ ആക്ടേഴ്സിൽ വെച്ചിട്ട് തീരെ ഒരു ആക്ടർ സ്വഭാവം ഇല്ലാത്ത ഒരാളാണ്. ഭയങ്കര ലോ മെയിൻറ്റെനൻസും ഭയങ്കര ലൈക്ക് ചില്ലാണ് അനാർക്കലി. ഇങ്ങനെ കയറി എനിക്കൊന്നും അത് അനാർക്കലി പഠിച്ചതും വളർന്നതുമായിട്ടുള്ള സാഹചര്യം. അനാർക്കലി പഠിച്ചതൊക്കെ ചോയ്സ് സ്കൂളിലൊക്കെയാണ് പഠിച്ചത്. ഭയങ്കര സ്കൂളിലാണ്, ഭയങ്കര ജാട സ്കൂളിലാണ്. കോളേജിൽ ട്രിവാൻഡ്രത്തായിരുന്നോ? അതെ അതെ, മാറിവാനിയസ് കോളേജ്. കഴിഞ്ഞില്ലേ, മാറിയില്ലേ? അനാർക്കലി മാറിവാനിയസ് കോളേജ് പഠിക്കുമ്പോഴാണ് ഈ പറയുന്ന ആനന്ദം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് അനാർക്കലി അവിടെ നിന്ന് പിക്ക് ചെയ്യാം. നമുക്ക് ആ കഥയൊക്കെ ആയിട്ട് അനാർക്കലിയുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് തിരിച്ചെത്താം. You are listening to the Big Breakfast Club and we are live with Anarkali Marakar here in the studio. എന്തായാലും ഈ ഒരു മണിക്കൂർ അർഫാസും ജോണും ബ്രേക്ക് എടുത്ത് എവിടെയും പോകുന്നില്ല, നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുന്നതായിരിക്കും. പടച്ചോനെ നിങ്ങൾ കാത്തോളി എന്ന സിനിമയ്ക്ക് വേണ്ടി ദിസ് ഇസ് വിനീത് ശ്രീനിവാസൻ ഓൺ ദ വോക്കൽസ്. അനാർക്കലിക്ക് ഒരു ഫോളോവർ കൂടെ കൂടി. ആരാ? ഞാൻ. കോർത്തുരത്ത ഹാരമുള്ളില്